നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള പൊന്നാമ്പളി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ചേട്ടൻ പശുവിനെ അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു പറമ്പ് കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട്. അവിടുത്തെ ചാണനൊക്കെ ഉണക്കായിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പറമ്പിലേക്കൊന്ന് കയറാം. അത് വേറൊരു പശു ഉണ്ട് കേട്ടോ അവിടെ. അതിനത് ഇവിടെ കാണുന്ന തെങ്ങിൻ തൈല കെട്ടിയിട്ടേക്കണം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചാണകമില്ലേ, ആ ചാണകം ഈ തെങ്ങിൻ തൈയിൽ ഇട്ടേക്കണതാണ് കേട്ടോ. എന്നിട്ട് നനച്ചു കൊടുത്തേക്കണേ. ഇവിടെ കുറേ വാഴകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, പറമ്പുകളിലായിട്ട്. നമുക്ക് എന്തായാലും നമുക്ക് നേരെ നടക്കാം. ഇപ്പോൾ ഈ പൊന്നാമ്പള്ളി എന്ന ഈ ഗ്രാമത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്കൊന്നുമില്ല, നമ്മൾ കാണുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. ഇപ്പോൾ അതേ നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു പൂവുണ്ടോ, ഇതാണ് മെക്സിക്കൻ സൺഫ്ലവർ. അപ്പോൾ ഇങ്ങോട്ടൊരു വഴി കാണിക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴിയാണ്ടത് വീഡിയോൻ്റെ തുടക്കത്തിൽ. ഇവിടെ പശുവൊക്കെ നിൽക്കണതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പുറത്തെ ഒരു തോടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ നമുക്ക് കപ്പച്ചെടി കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പശുവിൻ്റെ ചാണകം ഉണക്കിയിട്ടേക്കണത്. ഇത് വെയിൽ കൊണ്ട് ഉണങ്ങിയേക്കണേ. ഇനി ഇത് ചെടിക്കൊക്കെ വളമിട്ടിടാം. തെങ്ങിനൊക്കെ പറ്റിയ ബെസ്റ്റ് വളം കേട്ടോ. ഇവിടെ ഒരു പാലം കാണാം കേട്ടോ നമുക്ക്, ചെറിയൊരു പാലമാണ്. അതിൻ്റെ അടിയിലായിട്ട് ഒരു തോടുണ്ട്. തോട് കണ്ടിട്ട് പായൽ പിടിച്ച് കിടക്കണേ. അധികം ഒഴുക്കൊന്നുമില്ലാത്ത തോടാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡും ഫുള്ള് പായല. തരി പോലത്തെ പായലാണ് ഇവിടെ കാണാൻ പറ്റണത്. നമുക്ക് എന്തായാലും അടിയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വഞ്ചി കാണാം കേട്ടോ. കണ്ടിട്ട് നല്ല പഴക്കമുണ്ട് വഞ്ചിക്ക്. കുറേ നാളായി തോന്നുന്നു ഇറക്കിയിട്ട്. മഴ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കണേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരു പൂവുണ്ടോ, സിംഗപ്പൂർ ഡേയ്സി എന്നാണ് ഇതിനെ പറയണം. നേരത്തെ ഒരു പശുവിനെ കെട്ടിയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ ചാണകമൊക്കെ കിടക്കണതാണ്. തോന്നണം അങ്ങോട്ട് വഴിയില്ലെന്നാണ് തോന്നണം. അവിടെ ഒരു വീടാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും തിരിച്ച് നടക്കാം. ഉണ്ടോ വഞ്ചി ഫുള്ള് വെള്ളമാണ്. നമുക്കപ്പോൾ ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോവാം. ഉണ്ടോ ഒരു പപ്പങ്ങോരം കാണാം കേട്ടോ. ഫുള്ള് പപ്പങ്ങയാണ് അതിൻ്റെ അത്. ഇവിടെയും ചാണകമൊക്കെ ആയിട്ടേക്കണേ. ഇത് നമ്മ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീജിത്തേട്ടൻ്റെ ചെറിയൊരു പോൾട്രി ഫാമിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഒരു വഴി കണ്ടായിരുന്നു. ആ വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സൈഡിലായിട്ട് നമുക്ക് കാണാം ചെറിയൊരു മീൻ കൃഷി നടത്തുന്ന കുളം.
മുട്ട വിരിഞ്ഞ ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ നേരിട്ട് ഈ ഫാമിലേക്കാണ് എത്തിക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തു നിന്നും ഈ ഫാമിലേക്ക് സപ്ലൈ ചെയ്യുന്നവർ തന്നെയാണ് കോഴിക്ക് വേണ്ട തീറ്റകളും വെള്ളവും കൊടുക്കുന്നത്. ഇതെല്ലാം കറക്റ്റായി കൊടുത്ത ശേഷം 38 ദിവസത്തിനുള്ളിൽ 2.5 കിലോ തൂക്കം വരുന്ന കോഴികളെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ രീതിയിൽ കോഴിയെ വളർത്തുന്ന പേരാണ് ഇൻ്റഗ്രേഷൻ അഥവാ കോൺട്രാക്ട് ഫാമിംഗ്. ഇതിൽ വലിയ പോൾട്രി കമ്പനികൾ അഥവാ ഇൻ്റഗ്രേറ്റർ ഇവരാണ് കോഴിയുടെ ബ്രീഡിംഗ് മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള എല്ലാ സ്റ്റേജസും കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ ഇതേപോലെയുള്ള ചെറിയ ഫാമുകളിൽ വെച്ചാണ് കോഴികളെ വളർത്തുന്നത്. ഇതിൽ വാഴക്കുലയേക്കാളും കൂടുതൽ മാർക്കറ്റ് ലഭിക്കുന്നത് ഇതിൻ്റെ വാഴയിലക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചെന്നൈയിൽ വെച്ച് കോയമ്പേട് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട കാഴ്ചകൾ. ഇവിടെ നമ്മെ കാണുന്നതാണ് കൃഷിസ്ഥലങ്ങളിൽ നിന്ന് കോയമ്പേട് മാർക്കറ്റിലേക്ക് എത്തിച്ചേക്കണ വാഴയിലകൾ. ഇവിടെ നിന്നാണ് ഇനി പല ഷേപ്പുകളിലായിട്ട് കട്ട് ചെയ്ത് ഓരോ കടകളിലേക്കും പോകുന്നത്. കോഴികളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം പ്രോപ്പറായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്തേക്കണ ഒരു പോൾട്രി ഷെഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മ ശ്രീജിത്തേട്ടൻ്റെ കോഴി ഫാമിൻ്റെയും വാഴക്കൃഷിയുടെയും കാഴ്ചകളുണ്ട് നമ്മൾ തിരിച്ച് നടക്കണേണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് പശുവിനെയൊക്കെ കാണാം. നമ്മൾ വന്ന സമയത്ത് കണ്ട സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നമുക്കിനി പോകാനുള്ളത് ഉള്ളിലേക്കാണ് കേട്ടോ. വേറെ വഴി നമുക്ക് പോവാം. പശു അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ നടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ നീല ഷീറ്റ് കൊണ്ട് കെട്ടിയേക്കണ വേലികൾ കുറേ കാണാൻ പറ്റും കേട്ടോ. പണ്ടത്തെ സ്റ്റൈലിൽ മതിലിന് പകരം ഇതേപോലത്തെ ഷീറ്റിട്ട വേലികളായിരുന്നു. ഇവിടെ ഒരു വീട് പണി നടക്കണതാണ് കേട്ടോ. ചെങ്കല്ലുകൊണ്ടാണ് ഈ വീട് പണിതേക്കണത്. ഇപ്പോൾ കൂടുതലും ഹോളോ ബ്രിക്സ് യൂസ് ചെയ്താണ് ഓരോ വീടുകളും പണിയണത്. ഇവിടെ പറമ്പുകളിൽ കുറേ കുളങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ കുളങ്ങളായിരിക്കും. ഇവിടെ ഒരു പറമ്പ് നമുക്ക് കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരെങ്കിലും മേടിച്ചിട്ടേക്കണ സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ടാണിത് വേലി കൊണ്ട് കെട്ടി വെച്ചേക്കണത്. നമുക്ക് കാണാൻ പറ്റും അവിടെ ഷീറ്റ് ഇട്ടേക്കണത് ഗ്രേ കളറില. നമ്മൾ ചെറിയൊരു പാലം കൊണ്ട കയറാൻ പോണത്. അതിൻ്റെ അടിയിൽ കൂടി ഒരു തോട് ഒഴുകണ കാണാം. പായൽ പിടിച്ച് കിടക്കണേ. നമ്മൾ നേരത്തെ വന്ന സമയത്തും കണ്ടായിരുന്നു ഇതേപോലെ ഒരു തോട്. അവിടെയും ഫുള്ള് പായലായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പഴയതും പുതിയതുമായിട്ടുള്ള സ്റ്റൈലിലെ മതിലുകൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോൺക്രീറ്റ് കൊണ്ട് പണിതേക്കണത്. റൈറ്റ് സൈഡിലാണ് ആ ഷീറ്റിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വേലി കെട്ടിയേക്കണത്. ഇങ്ങോട്ടൊരു ചെറിയൊരു വഴി കാണിക്കണ്ട കേട്ടോ. നമുക്കെന്തായാലും നടക്കാം നേരെ. ഇതുണ്ട് ഈ വേലിയുടെ പ്രത്യേകത കണ്ട. വളർന്നു വന്നേക്കണ മരത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ വേലി കെട്ടിപ്പോയേക്കണത്. ഈ മരത്തിൻ്റെ പേരറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
ഇത് ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ അടക്കാമരം കാണാട്ടോ നമുക്ക്. അങ്ങോട്ട് അറ്റത്തേക്ക് ഒരു വഴിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് വാഴക്കൊല കാണട്ടെ നമുക്ക്. ഉള്ളിലേക്ക് അങ്ങോട്ട് വഴി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. കണ്ടിട്ട് അവിടെ വീടാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കെന്തായാലും ഇവിടം വരെ പോയിട്ട് തിരിച്ച് നടക്കണമായിരിക്കും നല്ലത്. കണ്ട് ഇതേപോലെ കുറേ കണ്ടങ്ങളും തോടുകളാണ് ഇവിടെ കൂടുതലും. ചെറിയൊരു പാലം പോലെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ. മണി പ്ലാന്റ് ആണ് കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് നടക്കാം. ഇവിടെ കൂടുതലും വാഴകളും തെങ്ങുകളുമാണ് ഉള്ളത്. നമ്മതേ റോഡിലേക്ക് എത്തിയിട്ടാ. എന്നത് ഇവിടെ ഈ സൈഡിൽ കാണുന്ന മരം കണ്ട ലെഫ്റ്റ് സൈഡിൽ, ഇതിനോട് ചേർത്താണ് ആ നീല കളറിലെ ഷീറ്റിട്ട് വെയിൽ കെട്ടണത്. നമ്മളിവിടെ ഈ കാണുന്നതാണ് തുളസി ചെടി. ആയുർവേദത്തിൽ മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചെടിയാണ്. പലതരം തുളസി ചെടികളുണ്ട്. ഇതാണ് രാമതുളസി. ഇതാണ് മഡഗാസ്കർ പെരിവിങ്കിൾ എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യം. ഈ ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ചില ഘടകങ്ങൾ ലുക്കീമിയ, ലിംഫോമ തുടങ്ങിയ പലതരം ക്യാൻസറുകൾക്ക് മരുന്നുകൾ നിർമ്മിക്കാനായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതാണ് കണിക്കൊന്ന മരം. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായാണ് കണിക്കൊന്ന അറിയപ്പെടുന്നത്. ഇതിനെ ഗോൾഡൻ ഷവർ ട്രീ എന്നും അറിയപ്പെടും. വിഷു ആഘോഷങ്ങളിൽ വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന പൂവാണ് ഇത്. നമുക്ക് ചെമ്പരത്തിപ്പൂ ഇവിടെ കാണാട്ടോ. ഇതേപോലെ കുറേ നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടായിരുന്നു ഓരോ സ്ഥലത്ത്. ഈ കാണുന്നതാണ് സൾഫർ കോസ്മോസ്. ഓറഞ്ച് നിറമല്ലാതെ മഞ്ഞ നിറത്തിലുള്ളതും നമുക്ക് കാണാൻ പറ്റും. മെക്സിക്കോയും സെൻട്രൽ അമേരിക്കയുമാണ് ഇതിൻ്റെ ജന്മദേശം. ഇതേപ്പോൾ നമുക്കിവിടെ റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു ലൈബ്രറി കാണാം കേട്ടോ. നേരത്തെ കണ്ട പോലെ ഇവിടെ ഒരു തോട് കാണാം കേട്ടോ നമുക്ക്.
നമുക്കപ്പോൾ ഇനി ഇവിടുന്ന് വേറൊരു വഴിയിലേക്ക് നടന്നു പോയി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 6:30 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് കൂടി ഒന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് പാരക്കീറ്റ് ഫ്ലവർ. കരീബിയൻ നാടുകളിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ചുമന്ന നിറത്തിലുള്ള ചെടിയുടെ പേരാണ് റെഡ് കോഡിലൈൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും പസഫിക് ഐലൻഡുകളിൽ നിന്നുമാണ് ഈ ചെടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സൈഡിൽ കൂടി നടന്നു പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ചൈനീസ് വയലറ്റ്. ഇതിനെ കോറമാൻഡൽ എന്നും പറയും. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി. ഇപ്പോൾ സമയം 7 മണിയാകാറായി വൈകുന്നേരം. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്തെ കൊച്ചു ഗ്രാമമായ പൊന്നാമ്പലി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണേ. അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.